കുരുക്ഷേത്രയുദ്ധം അവസാനിച്ചതിനു ശേഷം മാസങ്ങൾ കടന്നുപോയി. യുദ്ധത്തിന്റെ തീ അണഞ്ഞിരുന്നു. ഹസ്തിനാപുരം പതുക്കെ വീണ്ടും ജീവിച്ചു തുടങ്ങുകയായിരുന്നു. രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട യുധിഷ്ഠിരൻ രാജ്യം നീതിയോടെയും കരുണയോടെയും ഭരിച്ചു. രാജ്യഭരണത്തിൽ മുഴുവൻ മനസ്സും സമയവും അർപ്പിച്ചതോടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പരിധിവരെ സമാധാനം വന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഴത്തിൽ ഒരിക്കലും വിട്ടുമാറാത്ത കുറ്റബോധം കുത്തിനോവിച്ചുകൊണ്ടിരുന്നു. സ്വന്തം ബന്ധുക്കളുടെയും ഗുരുക്കന്മാരുടെയും സഹോദരന്മാരുടെയും മരണത്തിന് കാരണമായത് താനാണെന്ന ചിന്തയിൽ നിന്ന് അദ്ദേഹം മോചിതനായില്ല. അപ്പോൾ മഹർഷി വ്യാസൻ അദ്ദേഹത്തെ സമീപിച്ചു. രാജാവേ, അങ്ങ് വഹിക്കുന്ന ഈ ഭാരമുണ്ടാകുന്നത് അങ്ങയുടെ കരുണ മൂലമാണ്. എന്നാൽ മനസ്സിനെ തളർത്തുന്ന കുറ്റബോധം ധർമ്മമല്ല. ശുദ്ധീകരണത്തിനുള്ള ഒരു മാർഗമുണ്ട്: അശ്വമേധയാഗം നടത്തുക. ഈ വാക്കുകൾ യുധിഷ്ഠിരന്റെ ഹൃദയത്തിൽ ആശ്വാസം പകർന്നു. മന്ത്രിമാരും മൂത്തവരും സഹോദരന്മാരും ഈ നിർദ്ദേശം സന്തോഷത്തോടെ സ്വീകരിച്ചു. യാഗം നടത്തുന്നത് അദ്ദേഹത്തെ അനാവശ്യമായ ദുഃഖചിന്തകളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നു.